നമസ്കാരം, രഞ്ജിത്താണ്. ഡ്രീംസ് IPR സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പവർ ഓഫ് അറ്റോർണി. എന്താണ് പവർ ഓഫ് അറ്റോർണി? നമുക്കറിയാം, പ്രായപൂർത്തിയായ ഒരു വ്യക്തി തൻ്റെ അസാന്നിധ്യത്തിൽ താൻ ലീഗലി നിർവഹിക്കേണ്ടതായിട്ടുള്ള കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി മറ്റൊരു പ്രായപൂർത്തിയായ വ്യക്തിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്ന ഒരു ലീഗൽ ഡോക്യുമെൻ്റ് ആണ് പവർ ഓഫ് അറ്റോർണി. ഇങ്ങനെ തയ്യാറാക്കുന്ന പവർ ഓഫ് അറ്റോർണിയിൽ ഈ എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾ ആരാണോ പവർ ഓഫ് അറ്റോർണി തയ്യാറാക്കുന്നത് അദ്ദേഹത്തിനെ പ്രിൻസിപ്പൽ എന്നും, പവർ ഓഫ് അറ്റോർണി ആരുടെ പേരിലാണ്, ആരാണ് പവർ ഓഫ് അറ്റോർണി ഹോൾഡർ, അദ്ദേഹത്തെ ഏജന്റ് എന്നുമാണ് പറയുന്നത്. ഇനി ആരൊക്കെയാണ് ഈ പവർ ഓഫ് അറ്റോർണി ഉപയോഗിക്കുന്നത്? നമുക്കറിയാം, വിദേശത്തുള്ള ആളുകൾ, അതുപോലെ തന്നെ രോഗാവസ്ഥയിലുള്ള ആളുകൾ, ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ, അതായത് തൻ്റെ ആ ലീഗൽ കർത്തവ്യം നിർവഹിക്കുവാൻ പറ്റാത്ത ആളുകൾ. ഇപ്പോൾ ലീഗലി ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി ചെയ്യാൻ ആ സമയത്ത് അവിടെ എത്തിച്ചേരാൻ പറ്റാത്ത ആളുകൾ ആ പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ലീഗൽ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ, തനിക്ക് വിശ്വസ്തനായ മറ്റൊരാളെ ലീഗലി അപ്പോയിന്റ് ചെയ്യുകയാണ്. അതിന് തയ്യാറാക്കുന്ന ഡോക്യുമെൻ്റാണ് പവർ ഓഫ് അറ്റോർണി എന്ന് പറയുന്നത്. അപ്പോൾ എത്ര തരം പവർ ഓഫ് അറ്റോർണീസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് രീതിയിലുള്ള പവർ ഓഫ് അറ്റോർണീസ് ആണ്. ഒന്ന് ജനറൽ പവർ ഓഫ് അറ്റോർണി, മറ്റൊന്ന് സ്പെഷ്യൽ പവർ ഓഫ് അറ്റോർണി. ഇപ്പോൾ ജനറൽ പവർ ഓഫ് അറ്റോർണി എന്നാൽ ഒന്നിലധികം കാര്യങ്ങൾ, നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഒന്നിലധികം ആവശ്യങ്ങൾക്കായിട്ട്, ഇപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതിനോ, അല്ലെങ്കിൽ എന്തെങ്കിലും കേസുകൾ കോടതി വ്യവഹാരത്തിൽ ഏർപ്പെടുന്നതിനോ, അല്ലെങ്കിൽ വസ്തുക്കൾ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ, വാഹനങ്ങൾ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ, ഇങ്ങനെയുള്ള ഏത് രീതിയിലുള്ള നിയമ നടപടികൾക്കും അല്ലെങ്കിൽ ലീഗലായി ചെയ്യേണ്ടുന്ന പ്രവൃത്തികൾക്കും മറ്റൊരാളെ ഏർപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഈ പവർ ഓഫ് അറ്റോർണി. അപ്പോൾ ഈ ജനറലായിട്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും കൂടെ ചേർത്തുകൊണ്ട് ഒരു പവർ ഓഫ് അറ്റോർണി രൂപീകരിക്കുന്നതിനാണ് ജനറൽ പവർ ഓഫ് അറ്റോർണി എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്പെഷ്യൽ പവർ ഓഫ് അറ്റോർണി എന്താണെന്ന് നോക്കാം. സ്പെഷ്യലായിട്ട് ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് മാത്രം ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി മാത്രം, അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഒരാളെ ചുമതലപ്പെടുത്തുകയാണെങ്കിൽ അതിനെയാണ് സ്പെഷ്യൽ പവർ ഓഫ് അറ്റോർണി എന്ന് പറയുന്നത്. ആ പവർ ഓഫ് അറ്റോർണിയിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കും ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പവർ ഓഫ് അറ്റോർണി തയ്യാറാക്കുന്നത്. ഈ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പവർ ഓഫ് അറ്റോർണി ഇൻവാലിഡ് ആയിരിക്കും. അങ്ങനെ സ്പെഷ്യൽ പവർ ഓഫ് അറ്റോർണി ഉണ്ട്, ജനറൽ പവർ ഓഫ് അറ്റോർണി ഉണ്ട്. ഇനി നമുക്കൊരു പവർ ഓഫ് അറ്റോർണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ പവർ ഓഫ് അറ്റോർണി തയ്യാറാക്കുന്നത് സ്റ്റാമ്പ് പേപ്പറിലാണ്. 600 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിലാണ് പവർ ഓഫ് അറ്റോർണി തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ പവർ ഓഫ് അറ്റോർണി തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് 2 വിറ്റ്നസ് വേണം. അപ്പോൾ ഈ പവർ ഓഫ് അറ്റോർണിയിൽ നമ്മുടെ പ്രിൻസിപ്പലിൻ്റെയും ഏജന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ ഈ പവർ ഓഫ് അറ്റോർണി ഉണ്ടാക്കുന്നത്, ആ കാര്യത്തെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് അതിന് മെൻഷൻ ചെയ്തിരിക്കണം. ഇൻ കേസ് അത് ജനറൽ പവർ ഓഫ് അറ്റോർണി ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം തന്നെ അതിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഇനി എന്തെങ്കിലും മറ്റു ക്ലോസുകൾ, റിവോക്ക് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ക്ലോസുകൾ വെക്കണമെന്നുണ്ടെങ്കിൽ അത് വെക്കാം. ടൈം ലിമിറ്റുകൾ വല്ലതും നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. പൊതുവേ പവർ ഓഫ് അറ്റോർണീസിന് ടൈം ലിമിറ്റൊന്നുമില്ല. ലൈഫ് ടൈം ആണ് അതിൻ്റെ വാലിഡിറ്റി. അത് പ്രിൻസിപ്പൽ റിവോക്ക് ചെയ്യുന്നത് വരെയോ, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ മെൻ്റലി അൺഫിറ്റ് ആവുന്നൊരു സാഹചര്യത്തിലോ, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ബാങ്ക്രപ്റ്റ് ആവുകയോ മറ്റും ചെയ്യുകയാണെങ്കിൽ മാത്രമേ അത് ഇൻവാലിഡ് ആവുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് ലൈഫ് ടൈം അത് വാലിഡിറ്റി ഉള്ളതാണ് ഈ പവർ ഓഫ് അറ്റോർണി. ഇനി നമുക്ക് NRIസിന്, വിദേശത്തുള്ള ആളുകൾക്ക് നാട്ടിലൊരു പവർ ഓഫ് അറ്റോർണി എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അവരുടെ കാര്യത്തിൽ വെള്ള പേപ്പറിൽ പവർ ഓഫ് അറ്റോർണി തയ്യാറാക്കിയിട്ട് എംബസിയിൽ പോയി അറ്റസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അവരുടെ ഫോട്ടോഗ്രാഫ്, അവരുടെ പാസ്പോർട്ട്, അവരുടെ മറ്റ് IDs ഇതെല്ലാം കൊണ്ട് 2 വിറ്റ്നസിൻ്റെ സാന്നിധ്യത്തിൽ എംബസിയിൽ പോയി, എംബസിയിലെ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഈ പവർ ഓഫ് അറ്റോർണി സൈൻ ചെയ്ത് അവർ അറ്റസ്റ്റ് ചെയ്ത് ഈ അറ്റസ്റ്റഡ് പവർ ഓഫ് അറ്റോർണി ഇന്ത്യയിലുള്ള ഏജന്റിന് അയച്ചു കൊടുക്കുക. ഈ പവർ ഓഫ് അറ്റോർണിയിലെ ഏജന്റായിട്ടുള്ള ആൾക്ക് പവർ ഓഫ് അറ്റോർണി ഹോൾഡർ ആരാണോ അദ്ദേഹത്തിന് അയച്ചു കൊടുത്ത് അദ്ദേഹം അത് അഡ്ജൂഡിക്കേറ്റ് ചെയ്യണം. ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് പ്രകാരം അത് അഡ്ജൂഡിക്കേഷൻ പ്രോസസ്സിന് വിധേയമാക്കിയെങ്കിൽ മാത്രമേ ഇതൊരു ലീഗലി അക്സെപ്റ്റബിൾ ഡോക്യുമെൻ്റ് ആണെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അഡ്ജൂഡിക്കേഷൻ നടത്തുന്നത്. അങ്ങനെ അഡ്ജൂഡിക്കേഷൻ രജിസ്ട്രാറിന് മുമ്പിലോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് മുമ്പിലോ ഇത് അഡ്ജൂഡിക്കേറ്റ് ചെയ്തിട്ട്
അവരുടെ അഡ്ജുഡിക്കേഷന് ശേഷം ഇത് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അപ്പോഴാണ് ഒരു NRIയുടെ പവർ ഓഫ് അറ്റോർണി വാലിഡ് ആവുന്നത്. ഇനി നമുക്ക് ഈ പവർ ഓഫ് അറ്റോർണിയുടെ ക്യാൻസലേഷനെ കുറിച്ച് നോക്കാം. ഒരു പവർ ഓഫ് അറ്റോർണി ഒരിക്കൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻസിപ്പളിന് തോന്നുകയാണ് ഈ പവർ ഓഫ് അറ്റോർണി ഹോൾഡർ ആപ്റ്റായിട്ടുള്ള ആളല്ല, അല്ലെങ്കിൽ അദ്ദേഹം തൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ച് ആക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് റിവോക്ക് ചെയ്യാവുന്നതാണ്. ഇത് റിവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇതെവിടെയാണോ ഈ പവർ ഓഫ് അറ്റോർണി രജിസ്റ്റർ ചെയ്തത് അതേ സബ് രജിസ്ട്രാർ ഓഫീസിൽ തന്നെയാണ് ഇത് റിവോക്കേഷൻ ഡീഡ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ ഏജൻറ്റിന് നമ്മളൊരു നോട്ടീസ് കൊടുക്കണം. അതോടൊപ്പം തന്നെ മറ്റുള്ള എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മൾ ഒരു പേപ്പർ പബ്ലിക്കേഷനും, അതുപോലെ ഇദ്ദേഹം എന്തെങ്കിലും മാൽ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിൽ, ഇപ്പോൾ ബാങ്കുകളാവാം അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫീസുകളാവാം, അവിടെയൊക്കെ നമ്മളൊരു ഇൻറ്റിമേഷൻ കൊടുക്കേണ്ടതാണ്. ഇതൊക്കെയാണ് പവർ ഓഫ് അറ്റോർണിയെ കുറിച്ച് പറയാനുള്ളത്. ഇതിനു മുമ്പുള്ള 2 വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഇനി വരുന്ന ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. താങ്ക് യു.